എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇന്ന് യുവതലമുറ നേരിടുന്ന സോഷ്യൽ മീഡിയയോടുള്ള അമിതാസക്തിയെക്കുറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു ചെറിയ നാടകവുമായാണ് എത്തിയിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നാടകം സോഷ്യൽ മീഡിയ ഒരു വലിയ കുരുക്ക്. അവതരണം മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സെൻട്രൽ സ്കൂൾ. സോഷ്യൽ മീഡിയ പലരും നീ നാടാകെ പുഞ്ചിരിയുടെ കവചമണിഞ്ഞ് അവരങ്ങൾ ബന്ധിപ്പൂ നാടി വിളിപ്പൂ മാനവരാശിയെ പുത്തൻ ലോകം കാണാൻ ഒരു സെൽഫിക്കൊപ്പം ചേരാൻ സോഷ്യൽ മീഡിയ പലരും നീ നാടാകെ പലരും നീ പുഞ്ചിരിയുടെ കവചമണിഞ്ഞ് അവരങ്ങൾ ബന്ധിപ്പൂ നാടി വിളിപ്പൂ മാനവരാശിയെ പുത്തൻ ലോകം കാണാൻ ഒരു സെൽഫിക്കൊപ്പം ചേരാൻ പഠനത്തിൽ മിടുക്കി, സ്കൂളിലെ മിന്നും താരം, അച്ഛന്റെ പ്രതീക്ഷ, അമ്മയുടെ സ്വപ്നം. ഇത് ജീന, ജയിക്കാനായി ജനിച്ചവൾ. ജീന, I'm proud of you, my girl. Thank you, girlie. അച്ഛാ, അമ്മ, എനിക്ക് എക്സാമിന് ഫസ്റ്റ്. അമ്മയുടെ മുടുക്കി കുട്ടി. മോളെ, നിനക്ക് എന്റെ സ്നേഹ സമ്മാനം, ഒരു പുതിയ സ്മാർട്ട് ഫോൺ. ഇത് നിന്റെ പഠനത്തിന് ഏറെ ഉപകരിക്കും. എന്റെ മോളുടെ കഠിനാധ്വാനത്തിനുള്ള അച്ഛന്റെ സ്നേഹ സമ്മാനം. താങ്ക്സ് അച്ഛാ, എനിക്കിത് കൂടുതൽ ഉപകാരപ്പെടും. പുതിയ സ്റ്റോറീസ് ഇടണം. ഇത് കൊള്ളാം. 5 മിനിറ്റിനുള്ളിൽ ഇത്ര ലൈക്കോ? ഒരു കമന്റും ഉണ്ടല്ലോ, നോക്കട്ടെ. രാഹുൽ നഗർ ഹായ് ജീന, തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി നന്നായിട്ടുണ്ട്. പിന്നെ തന്റെ പ്രൊഫൈൽ ഫോട്ടോയും സൂപ്പർ ആയിട്ടുണ്ട്. മോളെ ജീന, കഴിക്കാൻ വരുന്നില്ലേ നീ? എനിക്കിപ്പോ വിശപ്പില്ലമ്മേ, ഞാൻ പഠിക്കുകയാണ്. പെണ്ണെത്തി നോക്കിയാലും ഫോണിലാണ്. ടീച്ചറെ വെച്ച് പറഞ്ഞ ക്ലാസ്സിലും പിന്നോട്ട് പോകുന്നില്ലെന്ന്. എനിക്കെന്തോ ചേട്ട ഒരു പേടി തോന്നുന്നു. പിന്നെ എപ്പോഴും പഠിക്കാൻ പറ്റുമോ? കുറച്ചൊക്കെ എന്റർടൈൻമെന്റ് വേണ്ടേ? ആ ടീച്ചർ വെറുതെ പറയാ ഞാൻ പഠിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പഠിക്കാതെയും എത്ര പേരാ കോടീശ്വരന്മാരെ മാറിയത് യൂട്യൂബ് വരുമാനം കൊണ്ട്. നന്നായി സംസാരിക്കാൻ അറിഞ്ഞാൽ മതി, ഇൻഫ്ലുവൻസറായി പണം നേടാം, പ്രശസ്തിയും. യൂട്യൂബിൽ നിന്ന് പണമോ? എന്തായാലും ഇതത്ര നല്ലതായി തോന്നുന്നില്ല. നീ കഴിക്കാൻ നോക്കുമ്പോളെ ടീച്ചർമാരെ കൊണ്ട് ഇനിയൊന്നും പറയിപ്പിക്കാൻ നോക്കരുത്. ഒരച്ഛനും മോളും. ബന്ധങ്ങളകലങ്ങളായി ലോകം വിരൽത്തുമ്പിലായി, ബന്ധങ്ങളകലങ്ങളായി ലോകം വിരൽത്തുമ്പിലായി. ഇതൊരുമുകൾ വാഴുന്ന കാലം, ഇതൊരുമുകൾ വാഴുന്ന കാലം, മാനവർ ഇൻസ്റ്റയിലുണരുന്ന കാലം, മാനവർ ഇൻസ്റ്റയിലുണരുന്ന കാലം. ജീന, നീ ഇതെന്താ കാണിച്ചേ? സ്കൂളിൽ ഫോൺ അലൗഡ് അല്ലാന്ന് അറിഞ്ഞുകൂടെ? ഇതാരും കാണില്ല, നീ ഒറ്റാതില്ല മതി. നിനക്കെന്താ ഭ്രാന്താണോ? ഇത് കളിയല്ല. നീയാണ് ഭ്രാന്തി, ലൈഫ് എൻജോയ് ചെയ്യാൻ അറിയാത്തവൾ. ഈ വിരൽത്തുമ്പിലെ മായിക ലോകമല്ല ജീവിതം. എനിക്ക് പാഴാക്കാൻ സമയമില്ല. എനിക്ക് എന്റെ സ്വപ്നം എത്തിപ്പിടിക്കണം. നീ പോ,
പോയി പഠിക്കുക. എനിക്കറിയാം പണമുണ്ടാക്കാനുള്ള വഴി. അച്ഛന് ഫോണൊന്ന് തരുമോ? നമസ്കാരം സാർ. അല്ല, നിങ്ങളെന്താ ഏത്? നമസ്കാരം. ഞങ്ങളൊരു ഓൺലൈൻ തട്ടിപ്പിന്റെ അന്വേഷണത്തിനായി വന്നതാണ്. ഐ തിങ്ക് അവരുടെ ഒരു ഏരിയയായി മിസ്റ്റർ രാഘു ഉണ്ട് എന്നുള്ളതാണ്. ഞാനോ? അതെ, നിങ്ങൾ തന്നെ. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം ആ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടല്ലോ. എങ്ങനെയോ ഇതിന് സമയവും ഡേറ്റ് നോക്കുമ്പോൾ ആ സമയം ഫോൺ ജീനയുടെ മക്കളായിരുന്നല്ലോ. ജീനെ, എന്താ അച്ഛാ? നീ ഇന്നലെ ആർക്കെങ്കിലും പണം അയച്ചോ? അത് അച്ഛാ, പണം ഇരട്ടിയാക്കി തരുന്നൊരു സൈറ്റിൽ ഞാൻ പണം ഇട്ടു. ദൈവം ചതിച്ചോടി. മോളെ, നിനക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് സമ്മാനിച്ചതാണ് ഈ ശാപം. നിനക്ക് റാങ്ക് വാങ്ങാനുള്ള ഉപകരണം നിന്റെ ജീവിതം തകർക്കാനുള്ള ഒരു ആയുധമായല്ലോ മോളെ. ഇതുപോലുള്ള മക്കളുണ്ടായ മതി. പിന്നെ രക്ഷിതാക്കളുടെ ജീവിതം ഇരുമ്പഴിക്കുള്ളിൽ തന്നെ. വെരി സോറി. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരു വിശദമായ ചോദ്യം ചെയ്യലിന് വരേണ്ടി വരും. നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് കുടുത്തല്ലോരും. അച്ഛനെ കൊണ്ടുപോകില്ലേ? അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛാ പോകല. അച്ഛനെ കൊണ്ടുപോകരുത് പറയമ്മ. അച്ഛനെ കൊണ്ടുപോകരുത് പറയമ്മ. പ്ലീസ് അമ്മ, പ്ലീസ്. അച്ഛാ, എല്ലാം എന്റെ തെറ്റാ. ഈ മൊബൈല് എന്റെ കണ്ണുകളെ നിറച്ചു. എന്റെ തലച്ചോറ് ഞാൻ ഉപയോഗിച്ചില്ല. ഞാൻ എന്റെ സ്നേഹം കളഞ്ഞു, ഭാവി കളഞ്ഞു. എന്നോട് ക്ഷമിക്കച്ച. എന്റെ അച്ഛനെ കൊണ്ടുപോകരുത്. ഞാനാണ് തെറ്റ് ചെയ്തത്. അച്ഛാ മോളെ, തെറ്റുതിരുത്താൻ എനിക്ക് ഇനിയും സമയമുണ്ട്. നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ കാരണം വെട്ടിലാകുന്നത് രാഘവനെ പോലുള്ളവരാണ്. മകളെ, മൊബൈലിനെ ഒരു ടൂളായി മാത്രമേ കാണാവൂ. അതിന്റെ നല്ല ഉപയോഗങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവരാകണം. എന്നോട് ക്ഷമിക്കച്ച. സ്ക്രീനിലെ വെളിച്ചം നോക്കി കണ്ണിലെ വെളിച്ചം കളയാതെ കണ്ണ് തുറന്നു നോക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക്. നമ്മുടെ ജീവിതം റിയലാകരുത്. വിദ്യാപ്രദാനം, ശ്രദ്ധാപ്രദാനം, വിരൽത്തുമ്പിനപ്പുറമീ ലോകം. നമ്മുടെ ബുദ്ധി നമുക്കായി പകരുക. യന്ത്രങ്ങളിൽ നിന്നും മാറാം.